ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ എന്നൊരു കൃഷിയാണ്, വെണ്ട കൃഷിയാണ്. ഈ വെണ്ടയുടെ കുറച്ച് വിത്തെടുത്ത് ഇപ്പം തന്നെ വെള്ളത്തിലിട്ടതാണ്. വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുറച്ച് വെള്ളത്തിലേക്കങ്ങ് ഉതിർത്തങ്ങ് ഇട്ടു. അതായത് ഇപ്പം തന്നെ നടലാണ്. ഞാൻ കുറച്ച് മുളക് വിത്ത് പാകിയത് കാണിച്ചത്. ഞാൻ ഇവിടെയാണ് മുളക് വിത്ത് പാകിയത്. മുളക് വിത്ത് ഉറുമ്പ് കൊണ്ടുപോകുന്നതായിട്ട് ചീര വിത്ത് കുറച്ചിട്ടു. ചീര വിത്താണ് ആദ്യം പൊടിച്ചത്. മുളക് വിത്തിന് പൊടിക്കാൻ പിന്നെയും കുറച്ച് താമസമുണ്ടായി. ഇപ്പം പൊടിച്ചിങ്ങനെ വരുന്നുണ്ട്. ഞാനിവിടെ 1-2 കുണ്ടിൽ കയ്പ നടാൻ വേണ്ടിയിട്ട് വെണ്ണീറും ചാണകപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെണ്ട നടാനാണ്. കുറച്ച് വെണ്ട നടാൻ വെണ്ണീറും പൊടിവെള്ളം ഇട്ടിട്ടുണ്ട്. അതിന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇതിലേക്ക് കയ്പ വിത്ത് നട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുയ്യിൽ 2 വീതമാണ് നടുന്നത്. ഇപ്പം പിണ്ണാക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇത്രയും ദൂരെയാണ് നടുന്നത്. ഒന്ന് ഇട നട്ടാൽ, ഒരു വെണ്ട ഇട നട്ടാൽ അടുത്ത വെണ്ട ഇത്ര ദൂരം ഈ കൊള്ളീൻ്റെ അകലത്തിലാണ് നടുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാൻ പാടില്ല. കാട് പോലെ വളരുന്ന ചെടികളൊക്കെ കളഞ്ഞ് ഇവിടെയൊക്കെ മഞ്ഞൾ നട്ടു കൊടുത്തു. എല്ലാം വൈകിപ്പോയി. എന്നാലും വളമുണ്ടെങ്കിൽ നല്ല ഉഷാറാവും. ഇവിടെ കുറച്ച് കൂവ നട്ടു കൊടുത്തു. ചെടികളുടെ വിസ്തീർണം വെണ്ടയൊക്കെ നട്ടു. വെണ്ട വിത്ത് മൂടാൻ മാത്രമേ മണ്ണിട്ട് കൊടുക്കുക. അതും ഒരുപാട് മണ്ണിടാൻ പാടില്ല. വെള്ളം കോരേണ്ട ആവശ്യമൊന്നുമില്ല. നാളെയോ മറ്റന്നാളോ മഴ പെയ്യും. നമ്മുടെ വെണ്ടക്കൃഷി ഇവിടെ പൂർണ്ണമായി.